ഇങ്ങനെ എന്തെങ്കിലും നല്ലത് സംഭവിക്കുമ്പോൾ ഉടനെ ഞാൻ ഒരു നന്ദി മനസ്സിലൂടെ പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ആ സമയത്ത് കൂടെ നിന്ന മാധ്യമപ്രവർത്തകർ, പിന്നെ ധാരാളം സുഹൃത്തുക്കൾ, അതിനൊക്കെ പുറമെ നമ്മൾ പോലും അറിയാതെ പലരുടെയും പ്രാർത്ഥന ഇതിനകത്തുണ്ടായിരുന്നു. കാരണം കേരള സമൂഹത്തിന്റെ വളരെ ഇഷ്ടപ്പെടുന്ന കുറേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിഷയം വന്നപ്പോൾ അവർ കൃത്യമായിട്ട് അവർ നേരത്തെ വിധിച്ചിരുന്നു ഇത് കൃഷ്ണകുമാറിനും കുടുംബത്തിനും അനുകൂലമായിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു, എഫ്ഐആർ നമ്മുടെ പേരിൽ വരുന്നു, അതൊരു കൗണ്ടർ കേസിലായിരുന്നു. പക്ഷേ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്ത് എനിക്കൊന്നൊരാഴ്ചക്കകത്ത് സമർത്ഥരായ ഉദ്യോഗസ്ഥർ ഏറ്റവും നല്ല രീതിയിൽ അന്വേഷിച്ച് കൃത്യമായ രേഖകൾ കോടതിയിൽ കൊടുത്താൽ മാത്രമേ ഇങ്ങനൊരു വിധി വരൂ. ദിയയ്ക്കും അതുപോലെ തന്നെ കൃഷ്ണകുമാറിനും എതിരെ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ദിയയുടെ ഓഫീസിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരെ പറ്റിക്കാൻ ശ്രമിച്ച് അവർ തന്നെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കേസിൻ്റെ കാര്യമാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാര്യമാണ് ഇപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞേക്കുന്നത്. കോടതി അത് നല്ലൊരു കാര്യമാണ്. അത് കുറേയധികം പേർക്ക് വിശ്വാസം കോടതിയുടെ മേലുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് കൂടെ നിന്ന് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും നന്ദിയുണ്ട് എന്നും കൃഷ്ണകുമാർ പറയുന്നുണ്ട്. അത് ദിയയുടെ ഇൻസ്റ്റാഗ്രാമിലും സപ്പോർട്ട് ചെയ്തതിനൊക്കെ നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും അത്രയും പണം തട്ടിയവരിപ്പോൾ ഒളിവിലാണ്. ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. അവരെ കണ്ടു കിട്ടുമ്പോഴത്തേന് എത്ര 60-70 ലക്ഷത്തിനടുത്ത് തട്ടിയിട്ടുണ്ട്. ആ ഒരു പൈസ ഇവർക്ക് തിരിച്ച് കിട്ടുന്നതിന് പോലീസ് അതും കറക്റ്റായിട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ കോടതി ഉത്തരവ്, ജാമ്യമൊക്കെ കിട്ടിയ ഉത്തരവ് വന്നത് എന്തായാലും സന്തോഷ വാർത്തയാണ്. ആ ഒരു കുടുംബം കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള ടഫായിട്ടുള്ള ടൈമിൽ കൂടെയാണ് പോകുന്നത്. ഒന്നാമത് ദിയ ഒരു ഗർഭിണി കൂടിയാണ്. ആ ഒരു സമയത്താണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നത്. എന്നിട്ട് പോലും ദിയ അത് ഭയങ്കര ബോൾഡായിട്ട് തന്നെ നേരിടേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആ ഒരു കേസിൻ്റെ കാര്യം ഉടനെ തന്നെ വിധിയാവും എന്നുള്ള കാര്യം, അവർക്ക് ആ ഒരു ചെയ്തവർക്ക് അതിന് ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പം കൃഷ്ണകുമാർ പറയുന്നത്.